എസ്തേർ ഹോമിലി ഹണിയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ മുളയിലെ തേനീച്ചകൾ കൂട്ടിലെ തേനൊന്ന് എടുത്തു നോക്കാം. ഇവർ വളരെ ആക്രമണ സ്വഭാവമുള്ളവരായതുകൊണ്ട് ഈ തേനീച്ച കോളനിയുടെ വാതിൽക്കൽ നിൽക്കുന്ന തേനീച്ച കോളനി സംരക്ഷിക്കുവാനായി നിൽക്കുന്ന ഗാർഡുകളെ നമുക്ക് ആദ്യം ഒരു കുപ്പിയിലേക്ക് പകർത്താം. അതിൻ്റെ ശേഷം ഒരു ബാക്കത്തി ഉപയോഗിച്ച് ഈ കൂട് ഭദ്രമായി നമുക്ക് തുറക്കാം. വളരെ ബലം ചെയ്ത് ഇവർ ഒട്ടിച്ചിരിക്കുന്ന പശകൾ ബാക്കത്തി ഉപയോഗിച്ച് നീക്കം ചെയ്ത് വേണം നമുക്കിത് തുറക്കുവാൻ. ഇത് തുറന്ന് നമുക്കൊന്ന് നോക്കാം. ഇവർ വളരെ ആക്രമണകാരികളായതുകൊണ്ട് കയ്യിൽ കടിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ കയ്യുറയും മറ്റും ഉപയോഗിക്കുന്നത്. നന്നായി മുട്ടകളും പൂമ്പൊടിയും തേനും ഉള്ള ഒരു കൂട്, നിറച്ച് മുട്ടകൾ, നിറച്ച് തേന്, നിറച്ച് പൂമ്പൊടി എല്ലാം നിറയെയുള്ള വളരെ നല്ല അധ്വാനികളായ തേനീച്ചകളുള്ള ഒരു കൂട്. ഈ തേനീച്ചകളുടെ മുട്ടകൾ മറ്റു തേനീച്ചക്കൂടുകളെ അപേക്ഷിച്ച് വളരെ വലിപ്പം കുറവാണ്. നിറത്തിലും വളരെ വ്യത്യാസമുണ്ട്. മറ്റു തേനീച്ചക്കൂട്ടുകളിലെ നിറത്തിലും വളരെ വ്യത്യാസമുള്ള നിറവുമുള്ള തേനീച്ചകൾക്ക് കറുപ്പ് നിറമുള്ള ഒരു പ്രത്യേകതരം തേനീച്ചകളാണിവ. അപ്പം കഴുകി ഉണങ്ങിയ ഒരു വൃത്തിയുള്ള ഒരു പെട്ടിയിലേക്ക് ഗൈനി ഈച്ചകളുടെ മുട്ടകൾ ഉള്ളതുകൊണ്ടും ധാരാളമായി ഈച്ചകൾ ഉള്ളതുകൊണ്ടും ഇതിൽ നിന്ന് നമുക്ക് ഒരു കൂട് കൂടി പകർത്തുവാനായിട്ട് സാധിക്കും. കഴുകി ഉണങ്ങിയ ഒരു പെട്ടിയിലേക്ക് വിരിയാറായ മുട്ടയും വിരിഞ്ഞ മുട്ടയും പൂമ്പൊടിയും അല്പം തേനും എല്ലാം എടുത്ത് പുതിയതായി പകരുന്ന പെട്ടിയിലേക്ക് കുറേശ്ശെയായി വെച്ച് നമ്മൾ പകർത്തിയ തേനീച്ച പെട്ടിയിലെ മുട്ടയും പുഴുവുമൊക്കെ ഭദ്രമായി അടച്ചതിൻ്റെ ശേഷം ഇൻസ്ട്രക്ഷൻ ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ ചുറ്റും നല്ല ഭംഗിയായി ഒട്ടിക്കുക. കാരണം ഉറുമ്പ് മറ്റു ക്ഷുദ്രജീവികൾ ഒന്നും ഇതിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ചുറ്റും ഇൻസ്ട്രക്ഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പെട്ടി ചതുരത്തിലുള്ളതും ഇതിൻ്റെ മേളിൽ മറ്റൊരു പെട്ടി കൂടി വയ്ക്കാവുന്ന രീതിയിൽ ഉള്ളതുമാണ്. കാരണം ഇതിൽ മുട്ടയും പുഴുവും നിറഞ്ഞു കഴിയുമ്പോൾ മേളിലെ പെട്ടിയിലേക്ക് ഈച്ചകൾ കടക്കുകയും അവിടെ തേൻ സ്ഥാപിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം വയ്ക്കുന്നത് ഒരു ഭാഗം മാത്രമാണ് വയ്ക്കുന്നത്. രണ്ടാമത്തെ ഭാഗം വെച്ച് കൊടുക്കുന്നത് ഈ പെട്ടി നിറഞ്ഞതിൻ്റെ ശേഷം മാത്രമായിരിക്കും. ഇത് പെട്ടി ഇരുന്ന സ്ഥാനത്ത് കൊണ്ട് വയ്ക്കുക. അതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ അകത്തെ തേന് എടുക്കാൻ ശ്രമിക്കാം. വൃത്തിയായി കഴുകി ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് മേളിൽ ഒരു അരിപ്പ പിടിപ്പിച്ചതിൻ്റെ ശേഷം തേൻ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് വൃത്തിയായി കോരി ആ പാത്രത്തിലേക്ക് വയ്ക്കുന്നു. തേനീച്ച ഇതിൽ മുങ്ങിപ്പോകാതെ വളരെ പ്രത്യേകം ശ്രദ്ധയോടെ നമ്മൾ ആ തേന് ശേഖരിക്കേണ്ടതാണ്. ചെറുതേനീച്ചയുടെ തേൻ ശേഖരിക്കേണ്ടതാണ്. ഈ തേനീച്ചക്കൂട്ടിലെ തേൻ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറേശ്ശെയായി കോരി അരിപ്പ വച്ച് കെട്ടിയിട്ടുള്ള ഒരു കലത്തിലേക്ക് പകരാം. കൈ ഉപയോഗിക്കാതെ പൂർണ്ണമായും സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് തേൻ കോരിയെടുക്കുന്നത്. തേനീച്ചകൾ തേനിൽ വീണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ തേൻ വയ്ക്കുന്ന അറകൾ പൂർണ്ണമായും പൊട്ടിക്കാതെ ഒരു സൈഡ് തീർത്ത് കുറേശ്ശെയായിട്ട് വേണം നമ്മൾ ആ തേന് കോരി എടുത്ത് മറ്റേ പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുവാനായിട്ട്. ഈ തേനീച്ച കോളനിയിൽ തേനീച്ചകളെ സംരക്ഷിക്കുവാനായിട്ട് വേലക്കാരത്തി ഈച്ചകളുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വാതിൽക്കൽ കാവൽക്കാരായിട്ടുള്ള ഈച്ചകളുണ്ട്. ഈ കൂട്ടിൽ കുറേ പൊടി ഈച്ചകളുമുണ്ട്. അവർക്ക് പറക്കുവാനായിട്ടൊന്നും സാധിക്കുന്ന ഈച്ചകളല്ല. അവർ ഈ തേനിലൊന്നും വീണ് നശിച്ചു പോകാതെ വളരെ ശ്രദ്ധാപൂർവം വേണം നമ്മൾ തേനറകൾ മുറിച്ച് തേനെടുക്കുവാനായിട്ട്. വളരെ ശ്രദ്ധാപൂർവം കൈകൊണ്ട് സ്പർശിക്കാതെ
വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ച് കലത്തിലേക്ക് ശേഖരിക്കുന്ന തേൻ അരിപ്പയിലൂടെ അരിച്ച് പാത്രത്തിലേക്ക് വീഴുന്നു. ചെറുതേൻ വളരെ ഔഷധ ഗുണമുള്ളതും മരുന്നിനായി എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതുമാണ്. വലിയ തേനിനെ അപേക്ഷിച്ച് ചെറിയ തേനിന് അളവ് കുറവായതുകൊണ്ടാണ് ഇതിന് വളരെ വില കൂടുതൽ വരുന്നത്. ചെറിയ തേനീച്ചകൾ ഏറ്റവും ചെറിയ പൂവുകളിൽ പോയി പോലും തേൻ ശേഖരിക്കുന്നു. വലിയ തേനീച്ചകളെ അപേക്ഷിച്ച് തേനീച്ചകൾക്ക് ഈ തേനീച്ചകളുടെ തേനിന് ഔഷധ ഗുണം കൂടുതൽ വരുന്നത് അതുകൊണ്ടാണ്. തൊട്ടാവാടി, പൂവാങ്കുറുനില ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൂക്കളിൽ പോയി ഈ തേനീച്ചകൾ തേൻ ശേഖരിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള തേന് നമുക്ക് ഇവരിൽ നിന്ന് ലഭിക്കുവാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. ഇത് മരുന്നിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വീട്ടമ്മമാർക്ക് ഇത് നല്ലൊരു വരുമാനവും അതേസമയം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നല്ലൊരു പോഷക സമൃദ്ധമായ ആഹാരവും കൂടിയാണ്. കാരണം തേനിലെ പൂമ്പൊടി എന്ന് പറയുന്നത് വളരെ പോഷക ഗുണമുള്ളതാണ്. തേൻ എടുത്തതിൻ്റെ ശേഷം അവശേഷിക്കുന്ന ആ പെട്ടിയിൽ പറ്റിയിരിക്കുന്ന തേനുകൾ നമ്മൾ വൃത്തിയും വെടിപ്പുമുള്ള ഒരു തുണി ഉപയോഗിച്ച് ഒപ്പി മാറ്റണം. അതിൻ്റെ ശേഷം പഴയതുപോലെ തന്നെ